ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. എറണാകുളത്തെ ബോട്ട് ഇറങ്ങി ഫോർട്ട് കൊച്ചിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ ഹോട്ടലുകളുണ്ട്. ഇതൊരു നല്ല വലിയ ഹോട്ടലാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ്. അതിസുന്ദരമായ സ്ഥലങ്ങളാണ്. ഇതൊരു വലിയ ഹോട്ടൽ. ഫോർട്ട് കൊച്ചിയിലേക്കുള്ള നടക്കുന്ന വഴി ഇവിടെ നിന്നൊരു 1 കിലോമീറ്ററോളം നടപ്പുണ്ട്. 1 കിലോമീറ്റർ എങ്കിലും നടപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നടന്ന് നമ്മൾ അവിടെ എത്തുകയാണ്. ചെറിയ കടകളുണ്ട്, ചെറിയ മസാജ് സെൻറ്ററുകൾ, അങ്ങനെ യോഗ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. കുറച്ച് കൂടുതൽ വിദേശികളാണ് ഇവിടെ കൂടുതൽ വരുന്നത്. ഇത് ചെറിയൊരു കടയാണ്, വളരെ ചെറിയൊരു കട. അടുത്ത് തന്നെ യോഗ സെൻ്റർ ഉണ്ട്. ഇതാണ് യോഗ സെൻ്റർ. ചെറിയ ചെറിയ വഴികൾ. ഇതിപ്പോൾ ഇതാണ് എല്ലാ സിനിമകളിലും കാണുന്ന ഒരു പെപ്പർ ഹൗസ്. ഇതാണ് പെപ്പർ ഹൗസ്. ഇവിടെ കഴിഞ്ഞ ദിവസം ബിനാലെ ഉണ്ടായിരുന്നു, കൊച്ചിൻ ബിനാലെ ഉണ്ടായിരുന്നു ഈ പെപ്പർ ഹൗസിൽ. ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വീടാണ്. ഇത് സുന്ദരമായ ഒരു ഹോട്ടൽ. ഇപ്പം നടന്ന് നല്ല അന്തരീക്ഷം, നല്ല രസമുള്ള ഇതാണ്. ബിനാലയുടെ കുറച്ച് ഇതാണ്. ബിനാല കഴിഞ്ഞ്, പക്ഷേ ബിനാലയുടെ ഒന്നും എടുത്ത് മാറ്റിയിട്ടില്ല. ഇവിടെയായിരുന്നു ബിനാലെ, ഒരു ഹോൾ ഇവിടെയായിരുന്നു ബിനാലയുടെ. ഇത് ആടുകളൊക്കെ നടക്കുന്നുണ്ടോ, പാവാടുകൾ ഒറ്റ തിരിഞ്ഞിങ്ങനെ നടക്കുക. കുത്തുപോയില്ലെന്നറിയില്ല. അയ്യോ കുത്തി തുടങ്ങി. നമ്മളിപ്പോൾ അറിയാതെ സ്ഥലത്തോടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊരു പുതിയ ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് തുടങ്ങിയപ്പോൾ ഒരു 2 വർഷം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ബിനാലയുടെ ഇതായിട്ട് വരച്ച പടങ്ങളാണ് കേട്ടോ. നല്ല രസമുള്ള പടങ്ങളാണ്. ബിനാലയുടെ ഭാഗമായിട്ട് വരച്ച പടങ്ങളാണ് ഇതൊക്കെ. ഇവിടെ നിന്ന് മര്യാദ കാണില്ലെന്ന് തോന്നി, അപ്പുറത്ത് തൊട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇത് നല്ല മീനുകളുടെയും ഈ മുക്കുവന്മാരുടെയും രീതിയിലുള്ള പടങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. ഈ മതിലോട്ട് അങ്ങേ അറ്റം വരെ പടങ്ങളാണ്. നല്ല രസമുള്ള ചുവർ ചിത്രങ്ങളാണ്. ഒരു 200-300 മീറ്റർ അവരിങ്ങനെ വരച്ച് വെച്ചേക്കും. അപ്പം ഇത് വരച്ചത് ഫോറിനേഴ്സ് അങ്ങനെയുള്ള കുറേ ആൾക്കാർ വന്നിട്ടാണ് ഇവിടെ വരച്ചത്. ഇവിടെ കുറച്ചുണ്ട്. നല്ലൊരു വലിയ മരം. ഇവിടെ ഫോട്ടോസിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മരങ്ങളുണ്ട്, നല്ല സുന്ദരമായ മരങ്ങൾ. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടില്ല. അവിടെ ഫോട്ടോ വെച്ച് ആ ഭാഗത്ത് കുറേ നല്ല മരങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പകുതി വരെ എത്തിയിട്ടുള്ളൂ. ഇത് പഴയ ഒരു ഫോറിൻ ബേസ്ഡ് വീടാണിത്. ഇത് നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ബിൽഡിങ്ങാണ്. പഴയ ബിൽഡിങ്ങാണ്, വളരെ പഴയ ബിൽഡിങ്. നല്ല അടിപൊളിയാണ്. ഫോർട്ട് കൊച്ചിയിലേക്ക് 2 വഴിയുണ്ട്. ഈ വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ ഫോർട്ട് കൊച്ചിയിലെത്തും. പക്ഷെ നമ്മൾ തിരിഞ്ഞ് ഈ വഴി പോവുകയാണ്. ഇവിടെ കുറച്ച് എന്താ പറയുക, പോലീസ്. ഇവിടെ കുറച്ച് പള്ളികളുണ്ട്. പള്ളികൾ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ നല്ലൊരു വലിയൊരു മരം. അവിടെ ഇതേപോലത്തെ മരങ്ങൾ ഒരുപാടുണ്ട്. നല്ല തണലും വരുന്ന പറയും. ഇപ്പോൾ ഇന്ന് പക്ഷേ വെയിൽ കുറവാണ്, പക്ഷെ അല്ലാത്ത ദിവസമൊക്കെ എപ്പോഴും നല്ല വെയിലായിരിക്കും. അപ്പോൾ ഈ തണൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു നല്ലത് തന്നെ. കണ്ടോ, നല്ല വലിയ ഇവിടെ നിന്ന് അങ്ങ് വരെ വലിയ മരങ്ങളുണ്ട്. ഈ ഫോട്ടോ വെച്ചിട്ട് ഏറ്റവും വലിയ പ്രത്യേകത നല്ല വലിയ മരങ്ങൾ. സോ നമ്മൾ എത്തിയിരിക്കുകയാണ്, ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്.
ഇതാണ് ഫോർട്ട് കൊച്ചി. ബസ് സ്റ്റാൻഡ് അവിടെയാണ്, അതിൻ്റെ അപ്പുറത്താണ് കായൽ. ഇതാണ് ഫേമസ് 18th ഹോട്ടൽ. സോ നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഫോർട്ട് കൊച്ചിയുടെ കായലിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ കാണിച്ചില്ല. ഇപ്പോൾ നല്ല സ്ഥലം കാണിച്ചു. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് മരങ്ങളുണ്ട്. ഒരുപാട് മരങ്ങൾ, നല്ല രസമുള്ള മരങ്ങളാണ് ഇവിടെ. കാരണം എത്ര വെയിൽ വന്നാലും ഇവിടെ വെയിലടിക്കില്ല, അതേപോലുള്ള മരങ്ങളാണ് ഇവിടെ. അതെ, ഇവിടെ മൊത്തം വലിയ വലിയ മരങ്ങൾ. ഈ വലിയ വലിയ മരങ്ങളാണ് ഇതിൻ്റെ പ്രത്യേകത തന്നെ. ഒരു ഒറ്റ മരമുണ്ട്, അതൊരു നല്ലൊരു 100 മീറ്റർ വരെ, അല്ലെങ്കിൽ ഒരു 10-50 മീറ്റർ വരെ അതിങ്ങനെ നിൽക്കും. നല്ല രസമായിട്ട് നിൽക്കുന്നത്, അടിപൊളിയായിട്ട്. ഇതാണൊരു സ്കൂളാണ് കേട്ടോ. നല്ല, എനിക്ക് തോന്നുന്നത് എന്നാണ് ബിൽഡ് ചെയ്തതെന്ന് കാണിച്ചിട്ടില്ല, പക്ഷേ അത് 80s 90s ആയിരിക്കും. അതിൻ്റെ നല്ലൊരു ബിൽഡിങ്ങാണ്, പഴയ ബിൽഡിങ്. ഇതൊരു കഫേയാണ് കേട്ടോ, സ്ട്രീറ്റ് കഫേ. നല്ല രസമുള്ള കഫേകളാണ് ഇവിടെ. പക്ഷെ ഇപ്പോൾ കഫേയുടെ ഒന്നും തുറന്നിട്ടില്ല, ഇപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആയുള്ളൂ. സീ ഫുഡ് അങ്ങനെയുള്ള കുറേ ഫുഡുകളുണ്ട്. അടിപൊളി ഫുഡുകളാണ്. സോ ഇതാണ് ബർഗർ റോഡ്. ബർഗർ സോ നല്ല ഫേമസ് ആയിട്ടുള്ള 2-3 ഹോട്ടലുകൾ ഇവിടെ ഉണ്ട്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലുകളാണ് ഇവിടെ. ഇതാണ് ആ ഹോട്ടലുകൾ, വലിയ വലിയ മരങ്ങളുള്ള ഹോട്ടലുകളാണ്. വലിയ മരം. പിന്നൊരു ഹോട്ടൽ. ഈ സ്ട്രീറ്റാണ് പ്രിൻസസ് സ്ട്രീറ്റ്. യൂറോപ്യൻ കൾച്ചറിലുള്ളൊരു സ്ഥലമാണ്. യൂറോപ്യൻ പോയിട്ടുള്ളവർക്ക് അറിയാം, ഇവിടെ ഒരു യൂറോപ്യൻ്റെ ഒരു ഇതുണ്ട്. ക്ലബ്ബുകൾ, നല്ല അടിപൊളി, നല്ല രസമുള്ള ഹോട്ടലാണ്. ഒരു സ്ഥലമുണ്ട്. ബിൽഡിങ്ങൊക്കെ നല്ല കിടു ബിൽഡിങ്, അടിപൊളി ബിൽഡിങ്ങാണ്. ഒരു പട്ടിപോ സൂപ്പർ ബിൽഡിങ്. നല്ലൊരു യൂറോപ്യൻ കൾച്ചറിലുള്ള കുറേ കടകളുണ്ട്, മസാജ് സെൻ്ററുകൾ, ബാറുകൾ. ബർഗർ സ്ട്രീറ്റ്. ഇതാണ് ബർഗർ സ്ട്രീറ്റ്. കുറേ നല്ല തുണിക്കടകളുണ്ട്. പിന്നെ കുറേ ഡ്രസ് ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ ഇവിടെ. ഡ്രസ്സിങ്ങാണ് ഏറ്റവും. ഇതൊരു പഴയകാല ഇന്ത്യൻ കൾച്ചറുള്ളൊരു വീട്. പട്ടീനെ ഫോളോ ചെയ്യാണ്ടത്.